ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ? അപ്പോൾ എനിക്കിവിടെ സുഖം തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് അസക്കുട്ടിക്ക് മദ്രസിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, റബീ ലെവലൊക്കെ ആയതല്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് രാവിലെ തന്നെ. അപ്പോൾ ഉമ്മ ചോറൊക്കെ വെച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ കടിയൊന്നും അധികം നല്ല കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കിയിരുന്നു. പിന്നെ മക്കൾക്കൊന്നും ഇപ്പം ഇനി രാവിലെ കടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ ഒരു പൂരിയാണെങ്കിൽ പെട്ടെന്ന് പ്രസ്സിലൊന്ന് അമർത്തി എണ്ണയിലിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. മിനിക്കൂട്ടന് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഓനെയും കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ മക്കൾ സ്കൂളിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഒന്ന് പോകണമല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൂടാത്തതാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അസക്കുട്ടിയൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ, അവൾക്ക് ഇനി ഒരുങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അവൾക്ക് അങ്ങനെ മദ്രസിലൊക്കെ ഒരു പരിപാടി ഉണ്ടാകണം, 1-ാം ക്ലാസ്സാണ്. അപ്പോൾ പൂരിയൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്തോ ഒരു കടിയും കൂടി, തലേന്നത്തെ നെയ്ച്ചോറ് വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനും ഉമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മക്കൾക്ക് പിന്നെ രാവിലെ തന്നെ ചിലപ്പോൾ നെയ്ച്ചോറൊന്നും അങ്ങനെ പറ്റലില്ല കേട്ടോ. അപ്പോൾ അത് എഴുതിയിട്ട് തന്നെ പെട്ടെന്നൊന്ന് പൂരി ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാജക്കുട്ടി തന്നെ വേഗം ഒന്ന് മേക്കാക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ഉടുപ്പാണ് അവൾക്ക് കളിക്ക് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ മദ്രസിലൊക്കെ പോയി. പിന്നെ ലാസ്റ്റ് കേട്ടോ, കുറേ കുട്ടികളെ പാട്ട് കഴിഞ്ഞ് ലാസ്റ്റാണ് പോലെ കളി ഉണ്ടായിരുന്നത്. എമിനിക്കുട്ടനാണെങ്കിൽ കരയണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവനെ ഉറക്കം വന്നിട്ട് രാത്രിയാണെങ്കിൽ എന്നും ഇല്ലാത്ത മാതിരി തന്നെ അവന് രാത്രി അങ്ങനെ ഉറങ്ങാതെ നിൽക്കലില്ല. പക്ഷേ ഈ പോണ ദിവസത്തെ അന്നത്തെ രാത്രി അവന് ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാവിലെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അവന്. പിന്നെ അതാ കുട്ടികളൊക്കെ നല്ലോണം വലിയ 10-ാം ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ, പെൺകുട്ടികളാണ് അവരെ പഠിപ്പിച്ചു കൊടുത്തത്. നല്ലോണം ശരിയായിട്ടുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിലും ശരിക്കും പാട്ടിനനുസരിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചോറൊക്കെ തീമിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ അസക്കുട്ടി ബൂരിയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. ഭയങ്കര എമിനിക്കുട്ടനെയും കൊണ്ട് പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടന്നു. പിന്നെ അവന് കുറേ പോരാ നേരത്തൊന്നും ഉറങ്ങി കേട്ടോ, അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അസക്കുട്ടീൻ്റെ കളിക്കുകയാണ് കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ കൂടിയിട്ട് തന്നെ. പിന്നെ എല്ലാ അസക്കുട്ടിക്കും പാട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ എല്ലാ കുട്ടികളുടെ പരിപാടികളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇക്കൊല്ലത്തെ റബീ ലെവലാണ് എൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ മദ്രസയിൽ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല രസമുള്ള പരിപാടി ഉണ്ടായിരുന്നത്. കാരണം ഉസ്താദുമാരൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ വർഷം. അതുകൊണ്ട് തന്നെ പരിപാടി നല്ല ഉഷാർ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെരീക്ക് വന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വേഗം കറി വെച്ചു. പിന്നെ നെമിനിക്കുട്ടനെ ഉറങ്ങിയ സമയത്ത് കുറച്ച് ജോലികളൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ കാട്ടിൽ കുറച്ച് കൂടുതൽ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വൈകിട്ടാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ കുറേ സമയം 3 മണിക്കൊക്കെ ഉണ്ടോ പണികൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ദിവസം. പിന്നെ അത് പിറ്റേന്ന് ഫാനുക്കുട്ടൻ്റെ മദ്രസയിൽ റബീ ലെവൽ പരിപാടി കേട്ടോ. തലേന്നായിരുന്നു അസക്കുട്ടീൻ്റെ പരിപാടി, തലേന്ന് രാവിലെ. ഇത് പിറ്റേന്നാണ് ഫാനുക്കുട്ടൻ്റെ പരിപാടികൾ കേട്ടോ. അന്ന് രാത്രിയാണ്. അന്നും എമിനിക്കുട്ടൻ ഇങ്ങനെ തന്നെ ഭയങ്കര വാശിയായിരുന്നു. പരിപാടിയൊന്നും കാണാൻ അയച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പകുതി ആയപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ ഓനെയും കൊണ്ട് പോകും, അമ്മക്കും അവിടെ അങ്ങനെ ഇരുന്നിട്ട് വലിയ ഒരു സുഖം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 പോകുന്നു കേട്ടോ. ഓനെയും പിന്നെ ഉറക്കി ഞാനും പരിപാടിയൊക്കെ കണ്ട് എല്ലാം ലാസ്റ്റ് ഒരു 12 മണിയായപ്പോഴാട്ടോ വീട്ടിലെത്തിയത്. അപ്പോൾ ഈ ഒരു പരിപാടി അവിടെ തന്നെ +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ അവരെ പഠിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന, സ്കൗട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ അടിച്ച് പോകുന്ന ഒരു സ്കൗട്ടാണല്ലോ മദ്രസയിലെ പരിപാടിക്കൊക്കെ കാണാറ്. പക്ഷേ ഇത് നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോ പാട്ടിനനുസരിച്ചും പാട്ടും രസമുണ്ട്. നല്ല അടിപൊളി പരിപാടി തന്നെയായിരുന്നു. ഞങ്ങൾക്ക് രക്ഷിതാക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കുട്ടി ഇത്രയും നല്ല രീതിയിൽ പഠിപ്പിച്ചപ്പോൾ മാഷാ അല്ലാഹ് എല്ലാ രക്ഷിതാക്കളും അവന് ഗിഫ്റ്റൊക്കെ കൂടി എല്ലാവരും കൂടിയിട്ട് തന്നെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു സമ്മാനവും കിട്ടാറില്ല, അപ്പോൾ ഞങ്ങളങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ ഫനൂസിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രമൊക്കെ അതിൽപ്പെട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്നത്തെ വീഡിയോസാണിത്. രാവിലെ അപ്പം ചുടുന്ന തിരക്കാട്ടോ. മക്കളൊക്കെ മദ്രസക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓല് പോണ നേരത്തൊന്നും ആവില്ല. മിനൂസിൻ്റെ ഒപ്പം തന്നെ എണീക്കണോണ്ട് തന്നെ
ഇത് പോണ നേരത്തൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അത് തീറ്റിച്ച് കിട്ടണമെങ്കിൽ അതിലേറെ പാടാണ് കേട്ടോ. കുറേ നേരം നിന്ന് പറഞ്ഞ് കറിയൊന്നും ആവാതെ പനൂസിന് ഇഷ്ടമല്ല. പിന്നെ അസക്കുട്ടിക്കാണെങ്കിൽ പഞ്ചാര ഇട്ടാലൊക്കെ ചിലപ്പോൾ തിന്നുണ്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ശീലമായതുകൊണ്ട് തന്നെ രാവിലെ ഭക്ഷണം കഴിക്കണത് തന്നെയാണ് കേട്ടോ നല്ലത്. കടിയൊക്കെ ആവുകയാണെങ്കിൽ തന്നെ കറിയൊക്കെ ആവുകയാണെങ്കിൽ രാവിലെ 7:00 മദ്രസ തുടങ്ങുക. അപ്പോൾ ചായ കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ 9:00 ആണല്ലോ എത്തുക. അപ്പോൾ ഈ ഒരു അപ്പാവുമ്പോൾ തന്നെ കുറേ നേരം ഇങ്ങനെ സമയം പിടിക്കുന്നുണ്ടോ അതിങ്ങനെ ഒന്ന് ചുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു പണിയുള്ളൂ, കുറേ ടൈം ഇതിമ പോവും. പിന്നെ ഈ ഒരു അപ്പാവുമ്പോൾ പിന്നെ ആർക്കും വലിയ മടുപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ മമ്പയർ തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉപ്പേരി പോലെ ഒന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു, കറിയൊന്നും ആക്കാതെ തന്നെ. ഇനി ഇതൊന്ന് പച്ചമുളകും വെള്ളവും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൂമിച്ചെടുക്കാണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിത് തൂമിക്കുമ്പോൾ ലേശം കാശ്മീരി ഒരു കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കാമെന്ന് കരുതുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അവസ്ഥ രാവിലെ മുതൽ ഈ ഒരു പണി തന്നെയാണല്ലോ. മക്കളെ കാര്യവും പിന്നെ അടുക്കളക്കാര്യവും അങ്ങനെ ഭയങ്കര തിരക്ക് തന്നെ ആവുമല്ലോ അല്ലേ. അപ്പോൾ ഇത് മമ്പയറൊന്ന് തൂമിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എമിനൂസ് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഒരു രീതിക്കനുസരിച്ചാട്ടോ. ഓനാണെങ്കിൽ ഭയങ്കര വികൃതിയാണ്, ഒരു ജോലി എടുക്കാനായിക്കില്ല, ഒരാളെ വന്ന് നോക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഓനൊരു രീതിക്കനുസരിച്ച് അങ്ങനെ പോകും. ഞാനെന്ത് പ്ലാൻ ചെയ്താലും ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ജീവിതമാട്ടോ. എങ്ങനെയൊക്കെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകണു. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ, അങ്ങനെയൊക്കെ തന്നെയാണ്. കുഞ്ഞു മക്കളുള്ള എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ അസക്കുട്ടി ചായയൊക്കെ കുടിക്കാട്ടോ മദ്രസ ഇട്ട് വന്നുകൊണ്ട്. അപ്പോൾ ഒരു സ്കൂൾക്കൊക്കെ പോണ തിരക്ക് തന്നെ ഞാൻ ഇല്ലാത്ത ബുക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് വലിച്ചിട്ടുള്ളതായിരുന്നു. അതിൽ നല്ലൊരു ബുക്ക് എമിനിക്കുട്ടന് കബോർഡിൽ നിന്ന് എടുത്തുകൊണ്ട് വലിച്ച് കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ സ്കൂൾക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. എമിനിക്കുട്ടനെ അതിലെങ്ങനെ വികൃതി കാട്ടി നടക്കുക കേട്ടോ. അപ്പോൾ ഓനെങ്ങനെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭയങ്കര എവിടെയെങ്കിലുമൊക്കെ വികൃതി കാണിച്ച് നിൽക്കുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അടിച്ചൊക്കെ ഒന്ന് വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒന്ന് വാരാൻ വന്നതാട്ടോ. ഈ ഒരു ചൂലുകൊണ്ടൊന്നല്ല, പുൽച്ചൂലുകൊണ്ടോ മറ്റേ പ്ലാസ്റ്റിക് ചൂലുകൊണ്ട് തന്നെയാണ് ഉൾഭാഗമൊക്കെ അടിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അത് അടുക്കള ചിലപ്പോൾ അതുകൊണ്ടാണ് തിർക്കിളി ചൂലുകൊണ്ടാട്ടോ അടിച്ചു വരൽ. പിന്നെ തുടക്കാൻ ഇറങ്ങിയതാണ്. ലേശം സ്മെല്ലിനൊക്കെ ആയിട്ട് ഒരു തൈലം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒഴിക്കുകയാണ്. അപ്പോൾ അത് ഒഴിച്ചാൽ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. പിന്നെ ബാങ്കൊക്കെ പോകാനുണ്ടായിരുന്നു. ഒരു 11:45 കേട്ടോ ഞങ്ങൾ ബാങ്കിലേക്ക് പോയത്. അപ്പം അങ്ങനെ ഉമ്മാൻ്റെ എൻ്റെയൊക്കെ കുറച്ച് ശരിയാക്കാനുണ്ടായിരുന്നു. 2 ബാങ്കിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. ബാങ്കിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവിടുന്ന് മടങ്ങി പോകുന്നു കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് എമിനൂസിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗമൊന്നുമല്ല കുറേ നേരം നിന്നിട്ട് തന്നെ കേട്ടോ പോകുന്നത്. ബസ് വെയിറ്റ് ചെയ്യാനും കുറച്ച് സമയം പോയി. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ സ്കൂൾക്ക് 3:45 കേട്ടോ അസക്കുട്ടീൻ്റെ സ്കൂൾ വിടുക. അപ്പോൾ 3 മണി കഴിക്കണം. പിന്നെ ഞങ്ങൾ എമിനിക്കുട്ടനെ ഉറക്കിയിട്ട് തന്നെ ഞാൻ അസക്കുട്ടീനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂളുള്ളത്. അപ്പോൾ 2-3-4 കുട്ടികളുണ്ടാവുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാനും. അപ്പോൾ ഇന്ന് വല്ല സ്കൂളിൽ വേറെ എന്തൊക്കെ ടീച്ചർ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ ക്ലാസ്സിലാട്ടോ. എല്ലാവരും ഒരു ക്ലാസ് തന്നെയാണ്. ടീച്ചർ ലീവായതുകൊണ്ട് തന്നെ പല ക്ലാസ്സിലാക്കി കേട്ടോ അല്ലേ. അപ്പോൾ ഓലെയൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോ വീട്ടിലെത്തോളം അവർക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ പറയാനുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തന്നെ അങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയാലും അവർക്ക് കളിച്ചാനൊക്കെ ഒരേ കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ വലിയ ഫോണുമൊന്നും അധികം സമയമൊന്നും നിൽക്കില്ല. പിന്നെ അത് രാത്രി എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ അധികം വീഡിയോസൊന്നും എടുക്കാൻ സമയം കിട്ടണില്ല. രാവിലെ എണീറ്റാൽ പിന്നെ എമിനൂസിൻ്റെ വികൃതി കാരണം തന്നെ ഒരു പണിയും ശരിക്കും തന്നെ എടുക്കാൻ കഴിയാറില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഓരോ തിരക്ക് പിടിച്ച ദിവസങ്ങൾ തന്നെയാണ് ദിവസവും. അങ്ങനെ രാത്രി മക്കൾക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മുളക് പൊടി തീരെ കളറില്ലാത്തതുകൊണ്ട് തന്നെ കളറ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. ഫുഡ് കളറ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ